വെരി ഗുഡ് പോയിന്റ്. ഞങ്ങളുടെ ആവനി നിങ്ങളുടെ മരുമകളായെന്ന് കരുതിക്കും. നമ്മള് രണ്ടുപേർക്കും ഇടയിൽ ഇങ്ങനൊരു ദിവസം നേരിടേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏട്ടാ. കനലിൽ ചെന്നിരിക്കുന്നത് പോലെയുണ്ട്. ഈ പരീക്ഷണം പെട്ടെന്ന് അവസാനിപ്പിക്കും ദൈവമേ. അവളുടെ വായിന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. അവളുടെ ഇഷ്ടം കൂടി ചോദിച്ചിട്ട് ഞങ്ങൾ അറിയിക്കാം. അതെന്താണെന്ന് ഇപ്പൊ ഒന്ന് പറഞ്ഞാ നമുക്ക് ഉറപ്പിച്ചുകൂടായിരുന്നു. പെണ്ണിന്റെ അഭിപ്രായവും പ്രധാനപ്പെട്ടതല്ലേ. ഞാൻ ഫോൺ ചെയ്ത് നിങ്ങളെ അറിയിച്ചോളാം. ശുഭവാർത്തയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ വരാൻ കേട്ടോ. ശരി ശരി ശരി. സംഭവിച്ചതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാം. കാവ്യ കാരണം മാനം പോയേനെ. പക്ഷെ അവനെയുള്ളോണ്ട് അത് സംഭവിച്ചില്ല. ഈ കല്യാണം നടത്തിക്കൊടുത്ത നമ്മുടെ അതിഥിക്കൊരു നല്ല ജീവിതം കൊടുത്തതുപോലെ ആവും അച്ഛാ. നിങ്ങൾ ചെയ്യാത്തൊരു ത്യാഗം ആവനി നമുക്ക് ചെയ്യുന്നു. ഒന്ന് പറഞ്ഞപ്പോ അവള് വന്നിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. നിക്ക്. നിന്റെ അഭിപ്രായം എന്താ? എനിക്കിഷ്ടമല്ല. വീടിന്റെ പേര് നിലനിർത്താൻ കുറച്ചു സമയം അഭിനയിച്ചെന്നും പറഞ്ഞ് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യരുത് മോളെ. ഇനിയും അവനിയെ വേദനിപ്പിക്കരുത്. ഇതെന്താ സിസ്റ്ററെ ഇങ്ങനെ ആയിപ്പോയത്? ഇപ്പൊ പോയവരോട് ഇനി എന്താ പറയുന്നേന്ന് നോക്കാം. കാവ്യ എന്തായാലും രക്ഷപ്പെട്ടു. അത് ആലോചിച്ച് നമുക്ക് സന്തോഷിക്കാം. ശ്രീകരേട്ടനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാ. എന്റെ പേരക്കുട്ടിയായിട്ട് കാവ്യയുടെ സ്ഥാനത്ത് പെണ്ണ് കാണാൻ ഒന്ന് ചെന്നിരിക്കണം മോള്. മോർണിംഗ് ഇവിടുത്തെ ബ്രാഞ്ചിലെ മീറ്റിംഗ് കഴിഞ്ഞു സർ. ഈവനിങ് 4 o'clock KK നഗർ ബ്രാഞ്ചിലെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. അവൻ ഇത്ര നേരമായിട്ട് എന്നെ കോൾ ചെയ്തില്ലല്ലോ. ഇറ്റ്സ് അൺബിലീവബിൾ.
ഹലോ. അവനി, താൻ എവിടെയായിരുന്നു? എത്ര തവണ ഞാൻ ഫോൺ ചെയ്തെന്നാ? ഞാൻ എങ്ങോട്ട് പോയാലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഫോൺ ചെയ്യുന്ന അറിയുന്നതല്ലേ? ഇനി ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചില്ലെങ്കിലും താൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാറുള്ളതല്ലേ? എന്നിട്ടിപ്പോ ഇന്ന് ഞാൻ വിളിച്ചിട്ട് താൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. എന്താ ഉണ്ടായ അവനി? എന്താ താൻ ഫോൺ എടുക്കാഞ്ഞത്? ടെൻഷൻ ആവണ്ടേട്ടാ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലേട്ടാ. ഞാൻ തന്റെ കൂടെയുള്ളപ്പോ തന്നെ ആര് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിലും അതിന് ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഇല്ലാത്തപ്പോ ആരെങ്കിലും തന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോന്ന്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറുണ്ടോന്ന്, അത് തന്നെ എപ്പോഴും എന്റെ ചിന്ത. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അതൊക്കെ എന്നോട് പറയാൻ ഒരു മടിയും വിചാരിക്കണ്ട. മനസ്സിലായോ? ശരിയേട്ടാ. ആ, അല്ല, കാവ്യയുടെ പെണ്ണ് കാണല് ചടങ്ങൊക്കെ ഭംഗിയായി നടന്നില്ലേ അവനി? ഒന്നും മിണ്ടാത്ത എന്താ താൻ? നടന്നു കേട്ടാ. വന്ന ആ പയ്യന് കാവ്യ ഇഷ്ടപ്പെട്ടോ? പെണ്ണിനെ എനിക്ക് വളരെയധികം ഇഷ്ടമായമ്മേ. പറയാ അവനി. ആ എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ? ഇഷ്ടായി. എന്തു പറ്റി? തന്റെ ശബ്ദം ഇടറുന്നുണ്ടല്ലോ. നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട്. നാളെ നിങ്ങൾ ഇങ്ങോട്ട് വാ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ എന്നെ പിന്നെ വിളിക്കാം. അവനി, എനിക്കും തന്നെ കാണാൻ തോന്നുന്നുണ്ട് അവനി. എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നതുകൊണ്ടാവും അവനി വിളിച്ചപ്പോ സങ്കടം തോന്നിയത്. വർക്ക് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നാളെ തന്നെ തിരിച്ചു പോണം. ലാവണ്യ ചേച്ചി പറഞ്ഞ പ്ലാൻ അനുസരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിലിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത്? വീട്ടിലേക്ക് പോയ അവരെന്ത് പറയും എന്ന് കരുതി ഇവിടെ നിൽക്കാനും പറ്റില്ല. ഇരുട്ട് വീണു കഴിഞ്ഞാ റോഡിലിറങ്ങി നടക്കാനും പറ്റില്ല. ഇനി എന്ത് ചെയ്യും എന്റെ ഗുരുവായൂരപ്പ? ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം.
എന്റെ മോളെ പുറത്തിറക്കാൻ വേണ്ടിയതെല്ലാം ചെയ്തു. അവൾ ഇതുവരെ തിരിച്ചെത്തിയതുമില്ല. എന്തു പറ്റിയോ എന്തോ. കല്യാണപ്രായ ഒരു പെൺകുട്ടി കാണാതായിട്ട് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ആക്ഷനും എടുക്കുന്നില്ലല്ലോ. ഞങ്ങളെ പുറത്തേക്ക് പോകാനും അനുവദിക്കുന്നില്ല. ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇതിനെ ഞാൻ എതിർക്കുന്നു. വാ. നിങ്ങൾ ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ പെരുമാറില്ലേ അമ്മേ? കാവ്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിക്കേ. കാവ്യ ഇവിടെ എത്തിയല്ലോ. അമ്മേ, കാവ്യ, നീയോ? ഇവനെ നിനക്ക് നേരത്തെ അറിയാവോ? ഒരു തവണ കാർ കൊണ്ടിടിച്ച് ഞങ്ങള് മീറ്റ് ചെയ്തതാണെന്നേ. ഫസ്റ്റ് മീറ്റിംഗ് ആരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നീ എങ്ങോട്ടാടി ഇറങ്ങിപ്പോയത്? നിന്റെ കാര്യത്തിൽ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? നീ എന്താ ഇവന്റെ കൂടെ? ഞാൻ പറയാം. ഞാൻ പറയാം. ആദ്യം ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ഗിരിധർ. എന്നെ കുറിച്ച് ഷോർട്ടായിട്ട് എഴുതിയാൽ തന്നെ ഒരു സിനിമയായിരിക്കും. എലാബറേറ്റ് ചെയ്ത് എഴുതിയാ അതൊരു ഗ്രന്ഥമായി മാറും. ശരി, എന്നെ കുറിച്ച് പിന്നെ സംസാരിക്കാം. ആദ്യം ഉണ്ടായത് എന്താണെന്ന് പറയാം. ഈ കുട്ടി ഒരിടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. ഗെറ്റപ്പ് കണ്ടപ്പോ ഏതോ പരിപാടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാന്ന് മനസ്സിലായി. അതും കൂടാതെ ഏതോ റോങ് ഡിസിഷൻ എടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനത്തെ പെൺകുട്ടികള് ഈ പ്രായത്തിൽ ഇഷ്ടമില്ലാത്ത പെണ്ണ് കാണലിൽ നിന്നോ ഇഷ്ടമില്ലാത്ത കല്യാണത്തിൽ നിന്നോ എസ്കേപ്പ് ആകാൻ വേണ്ടിയല്ല ഇങ്ങനത്തെ പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നത്. Am I right? പെൺകുട്ടികൾ പൂക്കൾ പോലെയാണെന്നേ, നമ്മൾ സൂക്ഷിച്ച് പരിപാലിക്കണം. ഈ കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവനുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കുക. അയ്യോ, പുറത്തുനിന്ന് വന്നവനാണെങ്കിൽ എത്ര നല്ല കാര്യ പറഞ്ഞേ. ചെയ്ത ഹെൽപ്പൊക്കെ മതി, ഇനി പോവാൻ നോക്ക്. ഇത്ര വലിയ ഹെൽപ്പ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കോഫിയോ ചായയോ ബൂസ്റ്റോ തന്ന് ഇവിടെ ഇരുത്തിയേനെ. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ പറ്റിയാ ഞങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്തോളാം. ഇപ്പോ ഞാനിവിടുന്ന് പോകണം എന്നാ പറയുന്നേ അല്ലേ? അത് തന്നെ പറയുന്നേ. ഇല്ലെങ്കിൽ ജാവോന്ന് പറയും. നിങ്ങൾ എന്നെക്കാളും ടിപ്പിക്കലാണല്ലോ. ഞങ്ങളുടെ ഫാമിലി മൊത്തം അങ്ങനെയാ. ഓക്കെ, ബൈ. പെൺകുട്ടികളെ അങ്ങനെ വിടരുത് കേട്ടോ. സൂയിസൈഡ് ഒക്കെ ചെയ്ത് വല്ലതും പറ്റിയാലോ. വലിയൊരാള് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാം കേട്ടോ. നീ അകത്തേക്ക് പോ മോളെ. നിക്കവിടെ. നിന്റെ ഇഷ്ടത്തിനാണോ നീ പുറത്തു പോയത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ? പറ. എന്റെ ഇഷ്ടത്തിനാ.
ഞങ്ങള് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കിയിട്ടല്ലേ നീ ഇറങ്ങിപ്പോയത്? പിന്നെയും എന്ത് കാര്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നത്? ഇറങ്ങിപ്പോ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അവള് വീട്ടിലെത്തിയില്ലേ? ഇപ്പൊ എന്തിനാ അമ്മ ഇറങ്ങിപ്പോവാൻ പറയുന്നേ? വസന്ത, നിന്റെ അമ്മ പറയുന്നതിൽ എന്ത് തെറ്റാവുള്ളേ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് കാവ്യയുടെ തെറ്റാണെന്ന് പറയുന്നത് എന്തിനാ? നിർത്ത്. ഇനി ആരും ഒന്നും പറയണ്ട. നീ പുറത്തേക്ക് പോകുന്നതാ നിനക്കുള്ള പണിഷ്മെന്റ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വാ. കാണിക്കുന്നേ അമ്മേ പറയണേ. കാവ്യ മാറി നിൽക്കും. എന്നെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിച്ചാ അതിന്റെ ഫലം ഇങ്ങനെയായിരിക്കും. മകനായാലും മകളായാലും മരുമകളായാലും ആരാണെങ്കിലും ശരി, എനിക്ക് എല്ലാവരും ഒരുപോലെയാ. പെണ്ണാണെങ്കിൽ ആവനിയെ പോലെ ആവണം. സ്വന്തം ബന്ധങ്ങളെക്കാൾ ആത്മബന്ധമാണ് വലുതെന്ന് അവളെ തെളിയിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരും തന്നെ ഇത് ഓർത്തു വെച്ചോ. ഇന്നു മുതല് ആവനിയാണ് എന്റെ പേരക്കുട്ടി. ഇനി കാവ്യല്ല, ഇനി കാവ്യല്ല, ഇനി കാവ്യല്ല. എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണോ അമ്മേ? ആവനി ഇന്ന് ആ പെണ്ണ് കാണലിന് ഇരുന്നില്ലായിരുന്നെങ്കില് വന്നവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എത്രമാത്രം നാണം കെട്ട് നിൽക്കേണ്ടി വന്നേനെ. അതിന്റെ കാരണം കാവ്യല്ലേ? ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല അമ്മേ. ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കമ്മേ. ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് ചെല്ല്. അമ്മ ഒരു ഒറ്റ മിനിറ്റ്. കാവ്യ വീടിന് പുറത്തേക്ക് പോയി വീടിന്റെ പേരിന് അവള് കോട്ടം വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതെ. അപ്പോ ആ മാനം പടിക്കെട്ടിന് പുറത്ത് നിൽക്കുമ്പോ പുറത്തുള്ളവർക്ക് മുമ്പിൽ വളരെ ചീപ്പായി പോവില്ലേ? നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങള് റോഡ് വരെയും കൊണ്ടുപോകരുതമ്മ. വീട്ടിലേക്ക് വിളിച്ചിരുത്തി പരിഹാരം കണ്ടെത്തണം അമ്മേ. തെറ്റ് ചെയ്തേ കാവ്യ നമ്മുടെ വീട്ടിലെ കുട്ടിയാ. ഈ ഒരൊറ്റ തവണ എന്റെ വാക്കിന് വില നൽകി അകത്തേക്ക് വരാൻ പറയണം. എനിക്കിഷ്ടമല്ല മോളെ. ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം പെരുമാറാൻ അവള് പഠിച്ചു കഴിഞ്ഞാലോ? അതുകൊണ്ടല്ല മോളെ. നിങ്ങളുടെ കൈ പിടിച്ച് ഞാൻ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ അഭിമാനം രക്ഷിച്ച മോളുടെ വാക്കിന് വില നൽകിയില്ലെങ്കിൽ എന്റെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവില്ല. നിനക്ക് വേണ്ടി ഞാൻ അനുവദിക്കുന്നു. അവളുടെ അവസാനത്തെ അവസരമാണിത്. ഇനി ഒരിക്കൽ കൂടി ഇതുപോലൊരു തെറ്റ് ആവർത്തിച്ചാൽ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. അകത്ത് കയറിപ്പോ. എത്ര നല്ലത് ചെയ്താലും നന്ദി കാണിക്കാത്ത മനുഷ്യരവര്. മോളകത്ത് വാ. എങ്ങനെയെങ്കിലും ആ ആലോചന ആവനിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കണല്ലേ അവനെയാ. അവന് കാരണമാ എന്നെ ഇന്ന് ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് നോക്കിയത്. അവനെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം ചേച്ചി. നീ
ഡാഡി പെണ്ണിന്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാന്നല്ലേ പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യടാ. നമ്മളിങ്ങനെ തിരക്ക് കാണിക്കുന്നത് അത്ര നല്ലതല്ല. അമ്മേ നിങ്ങളെങ്കിലും പറയാമേ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിളിക്ക്. ശരി.